ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. രാഘവൻ നായരെ അകത്തേക്ക് വിളിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അല്ല ഗോപാലകൃഷ്ണ, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം വിഷ്ണു ഇവിടെ വന്നിരുന്നു. വിഷ്ണു ഇവിടെ വന്നപ്പോഴേ ഇവിടെ ശാന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കണക്കുകളെല്ലാം ഏൽപ്പിക്കാൻ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരണമെന്നും ശാന്ത വിഷ്ണുവിനോട് പറഞ്ഞു വിട്ടിരുന്നു. അതുകൊണ്ട് കണക്കെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഗോപാലകൃഷ്ണൻ ഇവിടെ ഉണ്ടാകുമെന്നേ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, 2 പെൺമക്കളെ കെട്ടിച്ചു വിട്ടില്ലേ നിങ്ങൾ? എന്നാലും കെട്ടിച്ചു വിട്ട വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വന്ന് ഒരു അന്വേഷണമെങ്കിലും നടത്തണ്ടേ? നിങ്ങളാരും അതുപോലും ചെയ്യുന്നില്ലല്ലോ. ശാരദാമ്മ തമിഴ്നാട്ടിൽ എവിടെയോ ആണെന്നറിയാം. ശാലിനി സിവിൽ സർവീസിന്റെ ട്രെയിനിങ്ങിന് പോയി. ശാലിനിയെക്കുറിച്ചും ഒരു വിവരവുമില്ല. പിന്നെ ശാരികയുടെ ഫോൺ നമ്പർ പോലും ആർക്കും അറിയില്ലല്ലോ. പിന്നെ ഇവിടെ ചില കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഗോപാലകൃഷ്ണ. ഞങ്ങൾക്ക് ഇടയ്ക്ക് ചില കേസുകളും വിഷമങ്ങളും ഒക്കെ വന്നു. ഒരിക്കൽ ബാമ റോഡിൽ തല കറങ്ങി വരെ വീണു. അന്നേരം ഇവിടെയുള്ള ഇപ്പോഴത്തെ വനിതാ ജില്ലാ കളക്ടറാണ് ബാമയെ തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കിയത്. ഞങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന എല്ലാ കേസിൽ നിന്നും അവരാ ഞങ്ങളെ രക്ഷിച്ചതെന്നും ഒക്കെ രാഘവൻ നായർ പറയുമ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അത് പിന്നെ രാഘവൻ നായരെ, ഇതൊന്നും എൻ്റെ തീരുമാനമല്ലായിരുന്നു. എൻ്റെ മനസ്സിൽ അങ്ങനെ കള്ളമൊന്നും സൂക്ഷിക്കാൻ കഴിയില്ല താനും. പലപ്പോഴും എല്ലാം തുറന്നു പറയാൻ ഞാൻ ഒരുങ്ങിയതാണ്. പക്ഷേ ഇവിടെയുള്ളവരാ സമ്മതിക്കാഞ്ഞത്. രാഘവൻ നായർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ശാരദാമ്മയെ വിളിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഒരതിഥി വന്നിരിപ്പുണ്ടെന്നും രാഘവൻ നായരെ നോക്കിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോപാലകൃഷ്ണൻ രാഘവൻ നായരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നതാണ്. അതേസമയം കുടിക്കാൻ എന്ത് വേണം എന്ന് ചോദിച്ചുകൊണ്ട് ശാരദാമ്മ അങ്ങോട്ടേക്ക് വരുന്നു. രാഘവൻ നായരെ കണ്ട് ഞെട്ടലോടിരിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. രാഘവൻ നായർ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണ്. അല്ലെങ്കിലും പെണ്ണുങ്ങളുടെ മനസ്സിൽ രഹസ്യം എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ സാധിക്കുമല്ലോ എന്ന് രാഘവൻ നായർ പറയുന്നു. ഞാൻ വന്നത് അവളെ കാണാനാണ്. എനിക്ക് അവളോട് ചിലതൊക്കെ ചോദിക്കാനുമുണ്ട്. അതുകൊണ്ട് അവളെ വിളിക്കാൻ രാഘവൻ നായർ പറയുമ്പോൾ ശാരദാമ്മ ശാലിനിയോട് ഒന്ന് പുറത്തേക്ക് വരാൻ പറയുന്നു. ശാലിനിയുടെ ശബ്ദം കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് രാഘവൻ. തുടർന്ന് എന്താ അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട് ശാലിനി അങ്ങോട്ടേക്ക് വരികയാണ്. രാഘവൻ നായരെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശാലിനി. നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു വന്നത്. കണ്ടു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് രാഘവൻ ഇറങ്ങാനൊരുങ്ങുമ്പോഴേക്കും രാഘവൻ നായരുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുകയാണ് ശാലിനി. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ എന്നോട് ക്ഷമിക്കാതെ ഞാൻ ഇവിടുന്ന് മാറില്ലെന്ന് ശാലിനി പറയുമ്പോൾ ശാലിനിയുടെ കരച്ചിൽ കണ്ട് സഹിക്കാനാകാതെ രാഘവൻ നായർ ശാലിനിയോട് ക്ഷമിക്കുകയാണ്. പഴയ കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. പക്ഷേ ഇനിയുള്ള നിന്റെ കളികളെല്ലാം അവസാനിപ്പിക്കണം. ഇനിയുള്ളതെല്ലാം മുതിർന്നവര് തീരുമാനിച്ചോളും. അല്ലേ ഗോപാലകൃഷ്ണ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ അതേന്ന് ഗോപാലകൃഷ്ണനും പറയുന്നു. നാളെ വിഷ്ണുവിൻ്റെ നിശ്ചയമാണെന്നറിഞ്ഞെന്ന് ശാരദാമ്മ പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഇവള് കളക്ടറുടെ എല്ലാവിധ പത്രാസോടുകൂടിയും നാളെ അങ്ങോട്ടേക്ക് വരണം. എന്നിട്ട് അവളോട് നീ ആരാണെന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്താ മോളെ, നീ വരില്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ വരാമെന്ന് ശാലിനി വാക്ക് നൽകുകയാണ്. ഇത് കാണുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നു. എന്നാൽ നീ ഒരു കാര്യം ചെയ്, അച്ഛന് ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വാ. രാഘവൻ നായരുടെ മരുമോളാകാനിരിക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് രാഘവൻ നായർ പറയുമ്പോൾ ശാലിനി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ ചെന്ന് പൊട്ടിക്കരയുന്ന ശാലിനിയെയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ടെൻഷനോടെ പുറത്തു നിൽക്കുന്ന പിള്ളയെയാണ് കാണിക്കുന്നത്. അതേസമയം രാഘവൻ നായർ അങ്ങോട്ടേക്ക് വരുന്നു. സാർ ഇത് എവിടെ പോയതാ? ഇത്ര നേരമായിട്ടും സത്യമ്മ എനിക്കൊന്ന് സമാധാനം പോലും തന്നിട്ടില്ല. സാറിന് ഒരു ടാക്സി വിളിച്ചു തന്നു, അല്ലാതെ സാർ എവിടെ പോയതാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സത്യമ്മ എന്നെ ചോദ്യം ചെയ്യുന്നത് കേട്ടാൽ ഞാൻ എന്തോ സാറിന് സ്ഥലം പറഞ്ഞു തന്ന് വിട്ടത് കണക്കാണ്. തുടർന്ന് പിള്ള രാഘവൻ നായരെ പിടിച്ച് അകത്തേക്ക് ഇരുത്തുമ്പോൾ സത്യഭാമ അങ്ങോട്ടേക്ക് വരുന്നു. രാഘവേട്ടൻ ഇത്രയും നേരം എവിടെ പോയതായിരുന്നെന്ന് ഭാമ ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് നിന്റെ അനുവാദം ചോദിക്കണോ എന്ന് രാഘവൻ നായരും ചോദിക്കുന്നു. വയ്യാത്ത ആളായതുകൊണ്ട് അങ്ങനെയൊക്കെ വേണ്ടി വരുമെന്ന് ഭാമ പറയുമ്പോൾ ഞാനതിന് ജയിൽ പുള്ളി ഒന്നുമല്ലെന്നും എനിക്ക് പോകേണ്ട സ്ഥലത്തെല്ലാം ഞാൻ പോകുമെന്നും രാഘവൻ നായർ പറയുന്നു. നാളെ നമ്മുടെ മകൻ്റെ വിവാഹ നിശ്ചയമാണെന്ന് ഭാമ പറയുമ്പോൾ അതെന്താണെങ്കിലും നടക്കാനേ പോകുന്നില്ലെന്ന് രാഘവൻ നായർ പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന ഭാമയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.